എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു. പാറു ആരും കാണാതെ മാഷും ശോഭയും ഉറങ്ങണ സമയത്ത് ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ വിശ്വത്തെ കാണണം. അപ്പൊ അവർ ഉറങ്ങണ സമയത്താണ് കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പം വിശ്വം പതുക്കെ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നു. പാറുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വത്തിന് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. പിന്നീട് ചോദിച്ചു, പാറു നിന്റെ വീട്ടിലറിഞ്ഞ പ്രശ്നമാവൂലേ, നീ ഇങ്ങോട്ട് ആരെല്ലാം ചോദിച്ചിട്ടാണോ വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരും കണ്ടിട്ടില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേ. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് തിരികെ പോണം. എനിക്ക് വിശ്വത്തിനെ കണ്ടൊന്ന് സംസാരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നേന്നൊക്കെ പറയാണ്. പിന്നീട് വിശ്വം പറഞ്ഞു, സാരമില്ല, എന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല, നീ പോയിക്കോ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോ പാറു പറഞ്ഞു, അതൊന്നും പറയാനല്ല ഞാൻ വന്നേ, എന്റെ കാര്യം ആകെപ്പാടെ അധോഗതിയായിട്ടിരിക്കുക. പിന്നീട് പാറു കാര്യങ്ങളൊക്കെ പറയണം. അമ്മാവൻ എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഇരിക്കുക. ഉടനെ തന്നെ എന്നെ ബാംഗ്ലൂർ കൊണ്ടുപോകും, അവിടുന്ന് അമേരിക്കയ്ക്ക് കൊണ്ടുപോകും. വിസിറ്റിംഗ് വിസയൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറയാം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യാം, എന്റെ കഴുത്തിൽ താലിയാർത്ത്, അങ്ങനെയാണ് കുഴപ്പമില്ലല്ലോ, അതല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും കാണുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം വിശ്വം ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ താലി കെട്ടുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമാണെന്ന് ചോദിക്കും. ഒരു കാര്യം ചെയ്യാം, രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്ത് കൊടുത്തിടാം, അതിനുശേഷം ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി താലി കിട്ടും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയണം. ഞാൻ വിശ്വത്തോടൊപ്പം ഇറങ്ങി വരാം. പിന്നെ അതിനുശേഷം 30 ദിവസം കഴിയുമ്പോൾ പോയി നമുക്ക് നിയമപരമായിട്ട് അങ്ങോട്ട് ആക്കിയ പോരെന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടപ്പം വിശ്വം പറഞ്ഞു, കാര്യം ഈസിയാ, പക്ഷെ പാറു നിന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർത്തിട്ട് വേണം നീ ഇറങ്ങിത്തിരിക്കാനെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ഇനിയിപ്പം ഞാനൊന്നും നോക്കുന്നില്ല, ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം പോകും. അമേരിക്കയ്ക്ക് പോയാൽ പിന്നെ എനിക്ക് വിശ്വത്തിന് ഒരിക്കലും കാണാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം. അത് കേട്ടതും വിശ്വം പറഞ്ഞു, ശരി, അങ്ങനെ എന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറയണം. പാറു പറഞ്ഞ, ഒരു കാര്യം ചെയ്യാം, നാളെയാണ് ആ ദിവസം, നാളെ എന്നെ കൊണ്ടുപോകണമെന്ന് പറയണം. ഇത് കേട്ടതും വിശ്വം പറഞ്ഞു, അല്ല ഇത്ര പെട്ടെന്ന്, അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നേ, വിശ്വത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പാറുവിന്റെ കാര്യത്തിൽ മാത്രമുള്ളെന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, ഞാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, പാറു ധൈര്യമായിട്ട് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് പാറുവിനെ ആശ്വസിപ്പിച്ചാണ് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. ആ സമയം വിഷുവിന്റെ ആഘോഷം എല്ലാം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തിലിരിക്കുമ്പോഴാണ് പ്രതാപന്റെ വരവ് പൊന്നുമടത്തിലേക്ക്. പ്രതാപനെ കണ്ടതും പൂർണിമ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. എന്താ നിനക്ക് എന്താ അവിടെ കാര്യം എന്ന് ചോദിക്കും. ഇത് കേട്ടതും പ്രതാപൻ പറഞ്ഞു, അത് പിന്നെ ചേച്ചി, ഞാൻ ചേച്ചിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്നറിയണം. ചേച്ചിയോ? ആരുടെ ചേച്ചി? നിന്റെ ചേച്ചിന് ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാം. ചേച്ചി ഇങ്ങനൊന്നും പറയരുത്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. അബദ്ധം പറ്റിപ്പോയോ? എന്തബദ്ധം? അപ്പത്തേനും ബാക്കി എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. സേതുവും പല്ലവിയും ഋതുവും സാദി എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. നിനക്ക് അബദ്ധം പറ്റിയില്ലേ എന്ന് പറഞ്ഞ് കാറിന് തീർത്ത് ഒറ്റ അടിയായിരുന്നു പ്രതാപന്റെ. എടാ, ഇത് ഞാൻ നേരത്തെ തരേണ്ടതായിരുന്നു നിനക്ക്. നിന്റെ ഞാൻ കണ്ടിരുന്ന എന്റെ സ്വന്തം ചോരയായിട്ട് തന്നെ കണ്ടേ, പക്ഷേങ്കില് നീ എന്നെ ചതിച്ചു. ഒരു പെങ്ങളോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോടാ അത് ചെയ്തു കൂട്ടിയെന്നൊക്കെ ചോദിക്കുക. അല്ല, അത് പിന്നെ ചേച്ചി ഞാൻ വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, എന്റെ കൺമുന്നിൽ പോലും നിന്നെ കാണില്ലെന്ന് പറയണം. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? സേതു ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോ പെരുവഴിയിൽ ഇറങ്ങേണ്ട വന്നേനം. ടെക്സ്റ്റൈൽ ഷോപ്പ് സ്വന്തമാക്കാനും ഈ കുടുംബത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടല്ലേടാ നീ ഇത്രയും കാലം ഇവിടെ കയറി പറ്റിയിരുന്നേ. ഇപ്പോഴെല്ലാം മനസ്സിലാവുന്നേ, വെറുതെ അല്ല മാധവേട്ടൻ നിന്നെ അകറ്റി നിർത്തിയിരുന്നേ. ഒരു കാരണവശാലും മാധവേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് നിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോലും അങ്ങനെ അടുപ്പിക്കില്ലായിരുന്നു. കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. അന്നൊന്നും നിന്റെ ബുദ്ധിയൊന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ല, ഇപ്പോഴേ കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടേന്ന് പറയണം. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, ആഹാ കൊള്ളാലോ അങ്കിളെ, അങ്കിളെ എന്ന് വിളിക്കാൻ പോലും നാണക്കേടാ. കാരണം നിങ്ങൾ അത്രയ്ക്ക് വൃത്തിയായിട്ട പരിപാടിയല്ലേ ചെയ്തേ. എന്നെ അവിടെ കൊണ്ടുപോയി മുറിയിരിക്കാത്തിട്ട് പൂട്ടി, അത് മാത്രമല്ല ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് നിങ്ങൾ കളിച്ച നാടകങ്ങളൊക്കെ, അതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എന്റെ കൈ നിങ്ങളുടെ കർണത്ത് പതിയണ്ട. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല, പകരം എന്റെ അമ്മ ചെയ്തിട്ടുണ്ട്. ഇനി മേലാല് ടെക്സ്റ്റൈൽ ഷോപ്പിലെ വീടിനകത്ത് നിങ്ങൾ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാല് ആദ്യം തല്ലി പിടിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയണം. അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നു. സേതു പറഞ്ഞു, നാണമുണ്ടോടാ? നാണമുണ്ടോ നീ ഇങ്ങോട്ട് കയറിപ്പോവാ, ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറയണം. ഇത് കേട്ടൻ പ്രതാപൻ പറഞ്ഞു, നിനക്ക് ഞാനാരാന്ന് അറിയത്തില്ല എന്ന് പറയണം. പിന്നെ പ്രതാപൻ ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാം. നീ ശരിക്കും രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം എടുക്കരുതെന്ന് പറയണം. അത് ഈ പൊന്നുമടത്തി ചെലവാകത്തില്ല, അതൊക്കെ ഈ വീടിന് പുറത്ത് എന്ന് പറയണം. ഇത് കേട്ടതും പ്രതാപന്റെ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം പൂർണ്ണ പറഞ്ഞു, അവൻ എന്ത് ധൈര്യം ഉണ്ടായിട്ടാന്ന് നോക്കി അവൻ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നേ എന്ന് പറയണം.
സേതു പറഞ്ഞു എത്ര കിട്ടിയാലും പഠിക്കാത്തവനവന് അവൻ ഈ തല്ലു കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി അവൻ എന്തേലും അടുത്ത പ്ലാനും പദ്ധതി ഒപ്പിച്ചോണ്ടായിരിക്കും വരുന്നേ. അവൻ ചെയ്ത് കൂട്ടിയത് ചില്ലറ കാര്യമൊന്നുമില്ല. ഇനി എന്റെ കൺമുന്നിൽ അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കും എന്നൊക്കെ സേതു പറയാണ്. പിന്നീട് പല്ലവിയുടെ ഫോണിലേക്ക് മാഷ് വിളിക്കുവാണ്. മാഷ് വിളിച്ചിട്ട് പറഞ്ഞു മോളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു ശരി ഞാൻ വരാന്നൊക്കെ പറയണം. അങ്ങനെ എന്ത് ചെയ്യുവാണ്, പല്ലവി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഈ സമയം പാറു വിശ്വത്തെ കണ്ട് പെട്ടെന്ന് തന്നെ വന്നായിരുന്നു. അച്ഛനും അമ്മയും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് സേതുവിനും കൂട്ടിക്കൊണ്ടാണ് പല്ലവി വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശോഭയും മാഷും കൂടെ പോയി കാര്യങ്ങളൊക്കെ പറയാണ്, അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പല്ലവിക്ക്. പല്ലവി പിന്നീട് പറഞ്ഞു ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് പാറുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് പാറുവിനോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞപ്പോ പാറു പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ഇപ്പൊ വിശ്വം പെട്ടുപോയിരിക്കുന്ന ആര് കാരണമെന്ന് അറിയാലോ. ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ വിശ്വ അവിടുന്ന് രേഖകൾ എടുത്തും അത് മാത്രമല്ല സാക്ഷിമൊഴിയൊക്കെ പറഞ്ഞ് അതിന്റെ പേരിലാണ് വിശ്വ ഇപ്പൊ അടികൊണ്ട് ആ നിലയിൽ ആസ്തിരി കിടക്കണത്. പക്ഷെ വിശ്വത്തെ നോക്കാൻ ഞാൻ ബൈസ്റ്റാൻഡർ ആയിട്ട് പോയനാണ്. അച്ഛനും അമ്മ ഇവിടെ കിടന്ന് അമ്മാതിരി പുകയിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയെന്ന് പറയാം. ഇതോടെ പല്ലി പറഞ്ഞു മോളെ നിനക്കറിയാലോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ? അച്ഛനും മാഷല്ലേ, പഴയ ചിന്താധികാരല്ലേ അച്ഛനും അമ്മയും. അതൊക്കെ പറയും. പക്ഷെ വിശ്വത്തിന്റെ ഭാഗം എന്താ നോക്കാത്തെ? ചേച്ചി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സഹായിക്കേണ്ട നമ്മളല്ലേ. നമുക്ക് വേണ്ടിയിട്ടാ വിശ്വ ആ കുഴിയിലേക്ക് ചാടിയത്. അപ്പൊ അവിടുന്ന് കൈ പിടിച്ച് കയറ്റേണ്ട ആള് നമ്മളാ. അതിന് പകരം നമ്മൾ വീണ്ടും ആ കുഴിയിലേക്ക് തള്ളിയിടുവാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാം. പല്ലവിക്ക് ഉത്തരം മുട്ടി. എന്തേലും പറയാൻ പറ്റുമോ? പിന്നീട് പാറുകൊണ്ട് പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്തൊരു ബന്ധമാ. നീ അതുകൊണ്ട് ഒരു കാരണവശാലും അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവരുത് മോളെ. അറിയാലോ അവര് പറയുന്ന അനുസരിക്കണം എന്നൊക്കെ പറയണം. ഇത് കേട്ടതും പാറു പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചേച്ചിനെ പോലെ അവർ പറയുന്ന അനുസരിച്ചിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം അവസാനം ചേച്ചിയുടെ അതേ അവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ പോകും. അതൊരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനി അവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവളുടെ മനസ്സ് മാറാനായിട്ട് പോകുന്നുമില്ല. ഇപ്പൊ വിശ്വത്തോട് ഒന്നുകൂടെ സിമ്പതി കൂടിയേക്കുക. കാരണം വിശ്വം തല്ലുകൊണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുകൂടെ വിശ്വത്തോട് ഇഷ്ടം കൂടി വന്നിരിക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു അവസ്ഥയായിപ്പോയി പല്ലവിക്ക്. വല്ലാത്ത ടെൻഷനും ആയിപ്പോയി. പിന്നീട് പാറുവിനോട് സംസാരിച്ചതിന് ശേഷം പല്ലവി നേരെ എന്ന് മാഷിനോടും അവരോട് പറയുന്നുണ്ട്, അമ്മയോടും പറയുന്നുണ്ട് അതെ സാരമില്ല അവൾ അങ്ങനെയൊന്നും പോകാനൊന്നും പോകുന്നില്ല, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ ബാംഗ്ലൂർക്ക് പോകുന്ന കാര്യത്തിൽ അതേക്കുറിച്ചൊന്നും പാറുവിനോട് സംസാരിച്ചു പോലും ഇല്ലായിരുന്നു പല്ലവി. അങ്ങനെ പല്ലവി പോവാണ്. രാത്രി കിടന്നിട്ട് പാറുവിന് ഉറക്കം വരുന്നില്ല. പിറ്റേ ദിവസമാണ് ചെന്നക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും പാറു എന്ത് ചെയ്യണം, പതിവ് പോലെ ബാഗൊക്കെ എടുക്കുകയാണ്. ബാഗിനകത്തേക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. എന്തായിത്തീരും എങ്ങനെയായിത്തീരും ഒന്നും അറിയത്തില്ല. അങ്ങനെ പാറു നേരെ പോവാണ്. പാറു ചെന്നപ്പോഴത്തേനും വിശ്വം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വിശ്വത്തിന്റെ ഇടയിൽ നിന്നിട്ട് അതെ അത്യാവശ്യം ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, എനിക്കിനി വീട്ടിലേക്ക് തിരികെ പോകാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു തിരികെ പോകണമെന്ന് ആര് പറഞ്ഞു? ഒരു കാര്യം ചെയ്യാം, ആദ്യം പോയി രജിസ്റ്റർ ചെയ്യാം, രജിസ്റ്ററിന് വേണ്ടി കൊടുക്കാം, അതെല്ലാം പേപ്പറുകളെല്ലാം റെഡിയാക്കണമല്ലോ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, വിശ്വം പാറും കൂടെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. രജിസ്റ്റർ ഓഫീസിൽ പോയി അപ്പം അപേക്ഷ കൊടുക്കണമല്ലോ, 30 ദിവസം കഴിഞ്ഞല്ലേ. അപ്പൊ അത് സൈൻ ചെയ്തെല്ലാം കൊടുത്തു. പിന്നെ ആ നോട്ടീസ് ബോർഡിൽ ഇടണം. നോട്ടീസ് ബോർഡിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രം 30 ദിവസത്തിന് ശേഷം വീണ്ടും അവർക്ക് സൈൻ ചെയ്ത് നിയമപരമായിട്ട് വിവാഹം അംഗീകരിക്കത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോട്ടീസ് ബോർഡിൽ ഇടാൻ വേണ്ടിയിട്ട് അവർ പോയി സൈൻ ചെയ്ത് കൊടുത്തു. സൈൻ ചെയ്ത് കൊടുത്തിട്ട് അവരങ്ങോട്ട് പോവാണ്. ഇനി എത്രയും പെട്ടെന്ന് എവിടെയൊരു ക്ഷേത്രത്തിൽ പോയി താലി കെട്ടണം, അതാണ് വേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യുവാണ്, പാറുവിനെ വിളിച്ചോണ്ട് വിശ്വം പോവാണ്. ഈ സമയത്ത് പാറുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വിശ്വം പറഞ്ഞു ഇത്രയ്ക്ക് ടെൻഷൻ ആയിരുന്നു വേണ്ടിയിരുന്നില്ല പാറു എന്ന് പറയാണ്. എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ട്, നീ ശരിക്കും ഇഷ്ടത്തോടു കൂടി തന്നെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പാറു പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല വിശ്വം, അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ട് ടെൻഷനൊക്കെ ഉണ്ട്. എന്നാലും പക്ഷെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്നെ അമ്മാവന് ഉറപ്പായിട്ട് അമേരിക്ക കൊണ്ടുപോകും, പിന്നെ എനിക്ക് വിശ്വത്തെ കാണാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയണം. അങ്ങനെ അവരെന്ത് ചെയ്യുവാണ്, ഒരു ക്ഷേത്രത്തിൽ പോയി താലി ആർത്തുന്നുണ്ട് പരസ്പരം. ഈ സമയത്ത് അറിയാതെ പാറുവിന്റെ കണ്ണ് നിറഞ്ഞു. അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നടക്കേണ്ട ചടങ്ങാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയം ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ്, രജിസ്റ്റർ ഓഫീസിലേക്ക് വരുന്നുണ്ട്. രജിസ്റ്റർ ഓഫീസിൽ ഒരു ആവശ്യത്തിന് വന്ന സമയത്താണ് ഇന്ദ്രൻ ആ കാഴ്ച കാണുന്നത്. നോട്ടീസ് ബോർഡിൽ ഇട്ടേക്കുന്ന വിശ്വത്തിന്റെ പാറുവിന്റെ ഫോട്ടോസ്. കാരണം സ്പെഷ്യൽ ആക്ട് മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാകാൻ പോകുന്നതിനുള്ള ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അത് ഇട്ടേക്കുന്ന കാണുവാണ്. ഒരു നിമിഷം ഇന്ദ്രൻ ഒന്നുകൂടെ നോക്കി, കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ തേടി വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പോവാണ്.
ഇന്ദ്രനെ അടിക്കാനൊരു വടി കിട്ടിയ പോലെ ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് ഇന്ദ്രൻ പോയി കാട്ടൂരാൻ വക്കീലിനെ കാണുവാണ്. കാട്ടൂരാൻ വക്കീലിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു, നമുക്ക് ഇത് വെച്ചൊരു കളി അങ്ങോട്ട് കളിക്കാന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യാൻ, നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് പല്ലവീനെ പെടുത്താനായിട്ട് ഈ ഒറ്റ കാരണം മതി എന്ന് പറയണം. വിശ്വത്തിന്റെ പാർവതിയുടെ കല്യാണം അത് തന്നെ നമുക്കൊരു തുറുപ്പുചീട്ടായിട്ട് എടുക്കാന്ന് പറയാണ്. ഈ സമയം കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം വിശ്വ എന്ത് ചെയ്യണം, പാറുവിന്റെ കൈയും പിടിച്ച് നേരെ വരുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് അവർ കാത്തു നിൽക്കുന്ന സമയത്ത് രാജലക്ഷ്മി വന്ന് കഥ തുറക്കുകയാണ്. കഥ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പാർവതീനെ വിശ്വത്തെയും കൂടെ കണ്ടു. ആ കാഴ്ച കണ്ട് ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. അവർ രണ്ടും വിവാഹം കഴിച്ചെന്നുള്ള കാര്യം മനസ്സിലായി. പെട്ടെന്ന് രാജലക്ഷ്മി ചോദിച്ചു, നീ എന്ത് പരിപാടിയാടാ കാണിച്ചെന്ന് ചോദിക്കണം. അമ്മേ, എനിക്ക് ഇവളെ ഇഷ്ടമായിരുന്നു, ഞാൻ തമ്മിൽ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ദ്രൻ ഇപ്പൊ ഈ സമയത്തില്ല. ഇന്ദ്രൻ അങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിന്നെ കൊന്നു കളയത്തുള്ളൂ. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോകാൻ നോക്ക്. ഒരു നിമിഷം പോലെ നിന്നെ ഇവിടെ കാണലെന്ന് പറയണം. ഇത് കേട്ടൻ വിശ്വം പറഞ്ഞു, അമ്മേ ഞാൻ എങ്ങോട്ട് പോകാനാ? ഇവളെന്റെ ഭാര്യ, ഇവളെ കൂട്ടി ഇങ്ങോട്ടല്ലേ, പിന്നെ ഞാൻ എങ്ങോട്ടാ പോന്ന് ചോദിക്കാം. എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇവളെയും കൂടെ അവൻ കൊന്നെന്ന് വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടാൻ നോക്കാനൊക്കെ പറയണം. ഇത് കേട്ടപ്പം വിശ്വത്തിന് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം തന്നെയാണ് കുഴപ്പമില്ല, പാറും കൂടെ കൂടെയുണ്ട്. ഈ സമയം പാറു പറഞ്ഞു, നമുക്ക് പോവാം വിശ്വ, ഇവിടെ നിൽക്കണ്ടെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, എൻ്റെ വീട്ടിൽ പോയി നോക്കാന്ന് പറയണം. ഈ സമയം അവർ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ച കാര്യമൊക്കെ ശോഭയും മുന്തമാഷും പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി സേതുവും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശോഭയ്ക്ക് പെട്ടെന്ന് സഹിച്ചില്ല. പ്രഷറൊക്കെ കൂടി ബോധം കെട്ട് പോവാണ്. പല്ലവി ഓടി വന്ന് അമ്മേനെ താങ്ങി പിടിക്കുന്നുണ്ട്. അതിനുശേഷം മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് ഒന്ന് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, അമ്മേ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയണം. അവളുടെ ജീവൻ നശിച്ചു പോയല്ലോ മോളെ, ഞാൻ എത്ര കരുതലോടെ അവളെ കൊണ്ടുവരുന്ന അവസാനം അവന്റെ കൂടെ തന്നെ അങ്ങനെയായി പോയല്ലോ, ഇനി എനിക്ക് ജീവിച്ചിരിക്കണ്ടെന്നൊക്കെ പറയണം. അമ്മ സാരമില്ലെന്നൊക്കെ പറഞ്ഞ് പല്ലവി ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ടിട്ട് ഒരിതുമില്ലായിരുന്നു ശോഭയ്ക്ക്. അതുപോലെ തന്നെയായിരുന്നു മുകുന്ദമാഷും അതേ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്ദ്രന്റെ അനിയനാണ്, അവനൊരു പക്ഷെ തന്റെ മോളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ദ്രനോടൊപ്പം ചേർന്നിട്ട് നാടകമാണെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ മോളുടെ ജീവിതം തകർന്നല്ലോ, അതൊക്കെ ഓർത്തുകൊണ്ട് നെഞ്ചുപൊട്ടി മാഷ് കരയുവാണ്. ഈ സമയം പല്ലവി രണ്ടുപേരെ ആശ്വസിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ പല്ലവി നിൽക്കുവാണ്. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനുമാണ് അങ്ങോട്ടേക്ക് പാറും വിശ്വം കൂടെ വരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് കണ്ടപ്പോഴത്തേന് ഒരു നിമിഷം ശോഭയെ കാഴ്ച കൊണ്ട് ശോഭ അങ്ങോട്ട് പാഞ്ഞു ചെല്ലുവാണ്. പാഞ്ഞിട്ടോട് ഒരടി വെച്ചാൽ നിന്നെ ഇവിടെ കൊന്ന് താഴെ ഇടുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കണം. നീ എന്താടി കാണിച്ചേ എന്നൊക്കെ ചോദിച്ചോണ്ട് വായി വന്ന് എല്ലാം വിളിച്ചു പറയണം. അപ്പോഴേക്കും പല്ലവി വന്ന് പറഞ്ഞു, അമ്മ പതുക്കെ പറ, ആൾക്കാരൊക്കെ കേൾക്കും, അമ്മ ഇങ്ങോട്ട് കയറി വരാൻ പറയണേ. ഇല്ല, ഇവളെ ഞാൻ വെറുതെ പെടുത്തില്ല, ഇവളെ ഞാൻ കൊന്നു കളയെന്ന് പറയണേ. പറഞ്ഞു, അമ്മേ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു, അമ്മ അനുഗ്രഹിക്കണമെന്ന് പറയണം. അനുഗ്രഹിക്കണം പോലും, ഇതേ ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടേക്കരുത്, എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ, ഇങ്ങോട്ട് കയറിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ലാന്ന് പറയണം. മാഷ് പറഞ്ഞു, എന്നാലും നീ ചതിച്ചു കളഞ്ഞല്ലോടി, ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല, നീ പമ്മി കൂടി ഇരുന്നിട്ട് അവസാനം ഞങ്ങൾക്കിട്ട് തന്നെ പണി തന്നല്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം പാറു പറഞ്ഞു, അത് പിന്നെ അച്ഛ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, വേണ്ട കൂടുതലൊന്നും പറയണ്ട, നിന്നെ ഇത്ര കാര്യമായിട്ട് കൊണ്ടുവന്നിട്ട് അവസാനം ഞങ്ങളുടെ തലക്കിട്ട് തന്നെ ചവിട്ടിയില്ലേ, നീ നിന്റെ ചേച്ചിയെ കുറിച്ച് ഓർത്തോ, ഞങ്ങളെ കുറിച്ച് ഓർത്തോ, അതൊന്നും ഓർത്തില്ലോ, നീ നിന്റെ സുഖ സന്തോഷം മാത്രം ആഗ്രഹിച്ചോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷമായി വന്നതെല്ലാം വിളിച്ചു പറയാണ്. പിന്നീട് പല്ലവി പറഞ്ഞു, അതെ അച്ഛ ഇങ്ങനെയൊന്നും വിഷമിക്കില്ലേ, വരാനും പറയാണ്. പെട്ടെന്ന് മാഷുപോയ കഥ അങ്ങോട്ട് വലിച്ചടയ്ക്കുവാണ്. ഈ സമയം പല്ലവിക്കും ഭയങ്കര വിഷമ, എന്ത് പറയണമെന്ന് അറിയത്തില്ല, സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു, ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഈ സമയം വിശ്വം പാറുവിനോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം, ഒരു കാര്യം ചെയ്യാം, അപ്പം അങ്ങോട്ടും പോകാൻ പറ്റില്ല, വീട്ടിലേക്കും പറ്റില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, എവിടെയെങ്കിലും മുറിയെടുക്കാന്ന് പറയാം, അല്ലാതെ ഇപ്പം രണ്ട് വീട്ടിലേക്കും കയറാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ അവർ തൽക്കാലത്തേക്ക് ഒരു മുറി എടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. പിന്നീട് ഇന്ദ്രൻ എന്തിനാണ് വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നിപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു അവരോട് വന്നിട്ടുണ്ടായിരുന്നൊക്കെ പറയണേ. ഇത് കേട്ടപ്പോൾ ഇന്ദ്രന്റെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ടായിരുന്നു. കാട്ടൂരാൻ വക്കീൽ പറഞ്ഞു കൊടുത്തേ, രണ്ടെണ്ണത്തിനെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റണം, അങ്ങോട്ട് വിളിച്ച് കയറ്റിയിട്ട് വേണം പണി കൊടുക്കാനായിട്ട്. അവളെ പല്ലവീനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഏറ്റവും നല്ല മാർഗമാണ് പാർവതി എന്ന് പറയുന്നത്. അവളാണ് തന്റെ തുറുപ്പിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത വക്കീലായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുവാണ്, രാജലക്ഷ്മിയോട് പറഞ്ഞു, അതെ അവരെയും കൂടി വിളിച്ചോണ്ട് വരണമെന്ന് പറയണേ. രാജലക്ഷ്മിക്ക് ഒരു അന്താളി പറഞ്ഞു, നീ എന്താണ് പറയണെന്ന് ചോദിക്കും. അതെ വിശ്വത്തെ അവന്റെ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മിക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നീട് എന്ത് ചെയ്യണം, വിശ്വത്തെ കാണാനായിട്ട് ഇന്ദ്രൻ പോകുന്നുണ്ട്. ഇന്ദ്രൻ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വം പറഞ്ഞു, ഇല്ലാന്നൊക്കെ ആദ്യം പറഞ്ഞു,
എടാ എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല, ഒന്നുമില്ലല്ലോ, നീ എൻ്റെ അനിയനല്ലേ, അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ ചെയ്താന്നൊക്കെ പറയണം. എല്ലാം കിട്ടിയും വിശ്വത്തിന് തോന്നി ചിലപ്പോൾ ഇനി ആ പഴയ ഇതൊക്കെ മാറി നല്ല സ്വഭാവമാണെന്ന് കരുതിയിട്ട് അങ്ങനെ കൂട്ടി വരാനായിട്ട് തുടങ്ങുവാണ്. പക്ഷെ ഇന്ദ്രന്റെ മനസ്സിലെ ചിന്ത വേറെയായിരുന്നു. ഒരു പക്ഷെ അവളെ ഇല്ലാതാക്കുമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ, പാർവതിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പല്ലവിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. പല്ലവിക്ക് അത്ര ജീവനാണ് അനിയത്തിനെ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവള് ഡിവോഴ്സ് നിന്ന് പിന്മാറും. അത് മാത്രമായിരുന്നു ഇന്ദ്രന്റെ മനസ്സിലെ ചിന്ത. അങ്ങനെ പല്ലവിനെ പാറുവിനെ വെച്ചിട്ട് കളി കളിക്കാൻ തന്നെ ഇന്ദ്രൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നു. ഇനി ഇപ്പൊ എന്തായി തിരുന്നത്തില്ല. കല്യാണം വരെ എത്തിയതായിരുന്നു പല്ലവിയുടെ സേതുവിന്റെ കാര്യങ്ങള്. പക്ഷെ പാറുവിന്റെ കല്യാണത്തോട് കൂടിയിട്ട് അതെല്ലാം അങ്ങോട്ട് തകിടം മറയുവാണ്. ഇനിയിപ്പോ എന്തായി തിരുവും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി എല്ലാവർക്കും കാത്തിരിക്കട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.